നഗരസഭയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന വിഷയങ്ങളിലേക്കാണ്. നമുക്കറിയാവുന്ന പോലെ മിക്കപ്പോഴും പല വിഷയങ്ങൾ കൊണ്ട് വാർത്തകളിൽ ഇടം പിടിക്കുന്ന ഒന്നാണ് പാലാ നഗരസഭ. അത് ഇപ്പോഴെന്നല്ല, നേരത്തെയും ഉണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് വീണ്ടും വീണ്ടും പല കാരണങ്ങൾ കൊണ്ട് കൗതുകങ്ങളും വ്യത്യസ്തങ്ങളുമായ വാർത്തകളൊക്കെയാണ് പാലാ നഗരസഭയിൽ നിന്നും വരുന്നത്. ഇപ്പോൾ ഈ ഏറ്റവും ഒടുവിൽ ഉണ്ടായ കാര്യം എന്ന് വെച്ചാൽ ഈ DYFIയുടെ ജില്ലാ സമ്മേളനത്തിന് ഈ ബസ് സ്റ്റാൻഡ് വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു തർക്കം. ആ തർക്കത്തെ തുടർന്ന് ഈ നഗരസഭയിൽ ഭരണത്തിനുള്ളിൽ തന്നെ വലിയ പ്രതിസന്ധി നിൽക്കുന്നു, വിഷയങ്ങൾ നിൽക്കുന്നു. അപ്പോൾ ഈ നിലവിൽ ഭരണ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പരിഹരിക്കാൻ കോൺഗ്രസ് സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങൾ ഇടപെടുമെന്ന വാർത്തയാണ് വരുന്നത്. സ്വതന്ത്ര കൂട്ടായ്മയായി സമവായത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നതിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയോട് ചർച്ച നടത്തും. അതേസമയം UDF സ്വതന്ത്ര കൂട്ടായ്മ ഭരണം തകർന്നാലും ഭരണം ഏറ്റെടുക്കില്ല എന്ന നിലപാടിലാണ് LDF. അജിത് ബാബു വിവരങ്ങളുമായി ചേരുന്നു. അജിത്ത്, ഗുഡ് മോർണിംഗ്. ആദ്യമൊക്കെയും ഈ വിഷയത്തിൽ ഇടപെടേണ്ടതില്ല എന്നൊരു നിലപാടിലായിരുന്നു കോൺഗ്രസ് നേതൃത്വം. ഇപ്പം ഒടുവിൽ ഒരു ഇടപെടലിലേക്ക് എത്തുന്നത് ഭരണ പ്രതിസന്ധി ഉണ്ടാകുമെന്ന സാഹചര്യത്തിലാണോ? നിലവിൽ പ്രതീക്ഷാവഹമാണോ കാര്യങ്ങൾ? സിദ്ധലക്ഷ്മി, വെരി ഗുഡ് മോർണിംഗ്. അതായത് കൗൺസിലർമാർക്ക് മാത്രം പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ ഈ സ്വതന്ത്ര കൂട്ടായ്മയൊക്കെ പറഞ്ഞത്. അത് പക്ഷേ 1-2 കൗൺസിലർമാർക്ക് മാത്രമാണ് പ്രശ്നം. ബാക്കി എല്ലാവരും കൂട്ടായാണ് ഞങ്ങൾ പോകുന്നതെന്നുൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ ആദ്യം നടത്തിയിരുന്നു. പക്ഷേ ഈ വിവാദങ്ങൾ തുടർച്ചയായി വന്നതിന് ശേഷം നമുക്ക് കാണാൻ കഴിഞ്ഞത് മുഴുവൻ കോൺഗ്രസിൻ്റെ കൗൺസിലർമാരും ഇക്കാര്യത്തിൽ ഈ സ്വതന്ത്ര മുന്നണിയുമായി ബന്ധപ്പെട്ട് ഒരു മുന്നോട്ട് പോക്ക് വേണ്ട എന്ന നിലപാട് സ്വീകരിക്കുന്നതാണ്. പിന്നീട് ഇപ്പോൾ പാർട്ടിയുടെ കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റി തന്നെ പൂർണ്ണമായും ഏകകണ്ഠമായി പ്രമേയം പാസ്സാക്കിയിരിക്കുന്നു. സ്വതന്ത്ര കൂട്ടായ്മയുമായി ചേർന്നൊരു ഭരണം ഇനി പാലായിൽ ഉണ്ടാവില്ല എന്നുള്ള കാര്യം. ഇനി ഇക്കാര്യത്തിൽ സംസ്ഥാന നേതൃത്വങ്ങൾ ഇപ്പോൾ ഇടപെടുമ്പോൾ സ്വാഭാവികമായും ഇവരെ മുഖവിലക്കെടുത്ത് ചർച്ച നടത്താനുള്ള ശ്രമമാണ് നടത്തുക. അതിൽ പ്രധാനമായും സ്വതന്ത്ര കൂട്ടായ്മയുമായി ധാരണയിലെത്താൻ കഴിയുമോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ശ്രമിക്കുക. അതിന് സംസ്ഥാന നേതൃത്വം ജില്ലാ നേതൃത്വത്തെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിനനുസരിച്ച് ഇത്തരത്തിൽ ജില്ലാ നേതൃത്വമായിരിക്കും ഈ കാര്യത്തിൽ മണ്ഡലം കമ്മിറ്റിയോട് ഇടപെടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുക. ഏതാണെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ച് ഇനി പ്രാദേശിക നേതൃത്വത്തിന്റെ അഭിപ്രായം ഒരു ഒത്തുതീർപ്പിന് ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിസന്ധിയിലേക്കാണ് ഭരണം പോകുന്നത്. നമുക്കറിയാം, സാധാരണ അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ വന്നാൽ അവിടെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ടുള്ള ആളുകൾ മുന്നോട്ട് പോവുകയും ഭരണം ഏറ്റെടുക്കാൻ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകുമോ എന്നറിയുകയും ചെയ്യുന്നതാണ് സാധാരണ കണ്ടുവരുന്നത്. പക്ഷേ ഇവിടുത്തെ പാലാ നഗരസഭയിൽ വ്യത്യസ്തമായ സാഹചര്യമാണുള്ളത്. UDFന് 10, ഈ സ്വതന്ത്ര കൂട്ടായ്മയ്ക്ക് 3, പിന്നെ ഒരു സ്വതന്ത്രനും അതോടൊപ്പം തന്നെ LDFന് 12 സീറ്റുകളാണുള്ളത്. പക്ഷേ ഈ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ LDF ഇപ്പോൾ തങ്ങൾ ഭരണത്തിലേക്ക് വരുന്നില്ല, തങ്ങൾക്ക് ഭരിക്കാൻ താല്പര്യമില്ല എന്നുള്ളതാണ് നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം ഇത്തരത്തിൽ അപ്പുറത്ത് ഭൂരിപക്ഷം പല രീതിയിലുണ്ടാകുമ്പോൾ പിന്നീട് ഭരണം മര്യാദക്ക് നടത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. അത് പേരുദോഷത്തിന് മാത്രമേ കാരണമാകുകയുള്ളൂ. അതുകൊണ്ട് തങ്ങൾ മുന്നോട്ട് ഭരണത്തിലേക്ക് വരുന്നില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ LDF തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാലായിലെ പ്രതിസന്ധി അത് ചെറിയ പ്രതിസന്ധിയല്ല. അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടാണ്. കാര്യങ്ങളൊന്നും നടക്കാത്ത നിലയിലേക്ക് കാര്യങ്ങൾ വരുമോ എന്നുള്ള ആശങ്ക ജനങ്ങൾക്കുമുണ്ട്. ഏതാണെങ്കിലും പാർട്ടി നേതൃത്വം ഇടപെട്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് തീർക്കാൻ ശ്രമിക്കുമ്പോഴും അതങ്ങനെ പെട്ടെന്ന് തീരുന്നതല്ല എന്നുള്ളതാണ് ഈ പ്രശ്നങ്ങളെക്കുറിച്ച് അറിയുന്നവർ മനസ്സിലാക്കുന്നത്. DYFIയുടെ സമ്മേളനത്തിന് കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡ് വിട്ടുകൊടുത്തതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണുള്ളതെങ്കിലും അത് ഒരു പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ അത് വലിയ പ്രശ്നമൊന്നുമല്ല. പക്ഷേ ഉള്ളിലുള്ള പ്രശ്നങ്ങളാണ് ഇതിനെ പ്രശ്നമാക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതാണെങ്കിലും കോൺഗ്രസും സ്വതന്ത്ര കൂട്ടായ്മയുമായും ഇനി ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ഉറച്ച സ്റ്റാൻഡിലാണ് പ്രാദേശിക നേതൃത്വം. ഓക്കെ, ശരി അജിത്ത്. ഇപ്പൊ